ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്റെ ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഷെഫീന ബീവി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഈ ഷെഫീനയുടെ കണ്ടന്റ് വീഡിയോസ് ചെയ്യാറില്ല. കാരണം ഏകദേശം ഒരു വർഷത്തിന് മുന്നേ എന്റെ ചാനൽ സ്ട്രൈക്ക് തന്ന ഒരു വ്യക്തിയാണ്. ആകെ ഒരൊറ്റ സ്ട്രൈക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഈ പറയുന്ന ഷെഫീനയാണ്. അന്ന് ഈ പറയുന്ന ഷെഫീനയുടെ ഒരു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് സ്ട്രൈക്ക് തന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ദയ സുജിത് എന്ന് പറയുന്ന വ്യക്തി, അതായത് ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഷെഫീനക്കെതിരെ നമ്മുടെ കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ബ്ലോഗേഴ്സും ഒത്തു നിന്ന് ഫൈറ്റ് ചെയ്ത ഒരു സംഭവമായിട്ട് എനിക്ക് ഈ പറയുന്ന ദയാ സുജിത്തിന്റെ കാര്യം പറയാൻ പറ്റും. കാരണം ഈ പറയുന്ന രേണു സുധി അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇത് വന്നപ്പോഴും അങ്ങനെ അധികമായിട്ട് ആരും ഷെഫീനക്കെതിരെ വീഡിയോസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. അപ്പൊ ഈ ഒരു സബ്ജക്ട് വന്നപ്പോൾ പക്ഷെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നിലവിൽ ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് പർപ്പസിൽ തന്നെ ചെയ്യുന്നതാണ്. കാരണം അവൾ കുഞ്ഞുങ്ങളെയാണ് പലവട്ടം പറയുന്നത്. അത് 3 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെ ഉള്ളവളെ അവൾ പറയും. അവളെന്ന് പറയുമ്പോൾ ഇവളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ചപ്പീന ജീവിയെ കുറിച്ചുള്ള ചെകുത്താനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. പുകയ്ക്കുന്നുണ്ടിട്ട്. അതായത് ഇവള് നിർത്തണം, ഇവള് സ്വയം ഇത് നിർത്തണം. അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഇവൾക്കെതിരെ FIR ഇട്ട് കേസ് എടുക്കണം. വെർബൽ റേപ്പ് അതാണ് ഇവള് ചെയ്യുന്നതിന് നമുക്ക് ക്രിറ്റിസിസം ഒന്നോ റിയാക്ഷൻ ഒന്നോ പറയാൻ പറ്റത്തില്ല. ഇന്ന് ഇവിടെ വന്നിരുന്ന് മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ദുബായില് പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. എവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ, കാണട്ടെ ആണുങ്ങള് പിടിക്കട്ടെ, നമുക്ക് ഞെക്കണമായിരിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇവരെ എല്ലാവരെയും നിങ്ങൾക്കറിയാം. കാരണം പല 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 സിറ്റുവേഷനിലും അല്ലെങ്കിൽ പല ഇഷ്യൂസ് വരുമ്പോഴും ഷെഫീന ബീവിയെ തകർക്കണം അല്ലെങ്കിൽ അവൾക്കെതിരെ നമുക്ക് ഇറങ്ങണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രമുഖ വ്യക്തികളുടെ വീഡിയോ ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ ഈ ദയാ സുജിത്തിന്റെ ഇഷ്യൂവിൽ ഷെഫീന പറഞ്ഞ ഒന്ന് രണ്ട് വേർഡ്സും ഞാൻ കുറെ അധികം ഉണ്ട് കേട്ടോ. അതിൽ ഒന്നോ രണ്ടോ മാത്രമേ ഞാൻ വച്ചിട്ടുള്ളൂ. കാരണം അധികമായിട്ടുള്ള വൾഗർ സാധനങ്ങൾ എന്റെ ചാനലിൽ ഞാൻ വെക്കേണ്ടെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു ബാക്കി കണ്ടന്റ് ചെയ്യാത്തത്. അപ്പൊ ഇനി എന്താണ് എന്റെ ഒപ്പീനിയൻ എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഷെഫീന ബീവിയെ നിങ്ങൾക്കറിയാം എന്നുള്ള പോലെ നമ്മൾ നല്ല രീതിയിൽ ഫൈറ്റ് മീൻസ് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്ന ചെറിയൊരു ഇഷ്യൂ കാരണം അങ്ങോട്ട് രേണു സുധിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു, ഇവർ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരങ്ങൾ കാര്യങ്ങളുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ രേണു സുധിക്കെതിരെ പല വീഡിയോസും അല്ലെങ്കിൽ ഈ പറയുന്ന പല വോയിസ് ക്ലിപ്പുകളും ഈ നമ്മുടെ ഷെഫീനയുടെ ചാനൽ വഴി പുറത്ത് വരികയുണ്ടായി. കാരണം ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസായാലും ഇനിയല്ല ഈ പറയുന്ന ദുബായ് പോക്കായാലും എന്ത് തന്നെ ആയാലും രേണുവിന്റെ ഇപ്പോൾ ഒരു വർക്കിനെ പറ്റിയാലും അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ, അപ്പൊ ഇത് കുറെ അധികം ആളുകൾ അല്ലെങ്കിൽ ഈ കുറെ അധികം വോയിസ് ഈ അക്കൗണ്ടിൽ നിന്നും വരികയും അത് കേട്ട് കുറെ അധികം ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഷെഫീന ബേബിക്ക് എന്ന് പറയുന്ന വ്യക്തി കുറെ അധികം ഓഡിയൻസ് ഉണ്ട്, കുറെ അധികം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വന്ന സമയത്ത് അന്ന് നമ്മൾ നല്ല രീതിയിൽ ഫൈറ്റ് തിരിച്ച് അങ്ങനെയില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വാദിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിനുശേഷം ഉള്ള കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആണ് കേട്ടോ. കാരണം ഇവരുടെ ചാനലിലൂടെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അതെല്ലാം സത്യം ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം എന്ന് പറയുന്നില്ല, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണെന്ന്, എന്നാലും കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ഈ പറയുന്ന വേർഡ്സ് ആണ്. നമ്മൾക്ക് റിയാക്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കാം, നമ്മുടെ കേരളത്തിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, പക്ഷെ അത് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് നോക്കുക, അതല്ല നമ്മുടെ വരുന്ന വാക്കുകൾ നോക്കുക. ഇപ്പൊ നമ്മുടെ സ്വന്തം മക്കളടുത്ത് പോലും പറയാൻ നമ്മൾ മടിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ നമ്മൾ എങ്ങനെയാണ് വേറൊരു മകളടുത്ത് പോയി പറയുക എന്നുള്ളത് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പബ്ലിക്കിൽ വന്ന് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്, കുറച്ച് മാന്യതയുണ്ട്. അത് നമ്മുടെ വാക്കുകളിലൂടെ ആയാലും പ്രവൃത്തിയിലൂടെ ആയാലും. പക്ഷെ അത് ഈ ഒരു ദയാ സുജിത്തിന്റെ കേസിൽ എനിക്കത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഒരു സ്ത്രീ എന്താണത് നോർമലി അത് പച്ചയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊന്നും പച്ചയ്ക്ക് പോലും ഞാൻ വേറെ കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ ആ ഒരു ലെവലില് മീൻസ് നമുക്ക് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു ടൈപ്പ് സംസാരം
സംസാരിച്ചതിനോട് എനിക്ക് 1% പോലും യോജിക്കാൻ സാധിക്കില്ല. പിന്നെ വിമർശിക്കാം, ഈ പറയുന്ന ഈ മഞ്ജുയുടെ മോൾ ആ ഒരു ഡ്രസ്സ് ഇട്ട്, അപ്പൊ അത് എനിക്കറിയാൻ സാധിച്ച 2023 ഒരു 3 ഇയർ എബോ ഉള്ള ആ ഒരു ഫോട്ടോയാണ്. ആ കുട്ടി മോഡലിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ്. ആ ഒരു ഫോട്ടോ പബ്ലിക് എനിക്ക് ശരിക്കും ആദ്യം കണ്ടപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. കാരണം ആ ഒരു അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴും വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ കുട്ടി നൈറ്റി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത്രത്തോളം ഒരു വിമർശനം ഏൽക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലെങ്കിലും ആ ഒരു കോസ്റ്റ്യൂം ചെറിയ ഈ പറയുന്ന നോർമലി ഇപ്പൊ ഒരു ചെറുക്കൻ ഒരു മൊബൈൽ എടുത്ത് ഈ ഫോട്ടോ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്നുകിൽ സൂം ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറച്ച് നേരം നോക്കുകയോ ചെയ്യും. ആ ഒരു തരത്തിലുള്ള കോസ്റ്റ്യൂമാണ്. അപ്പൊ നമുക്ക് വിമർശിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ എന്നാൽ ഈ പറയുന്ന അധികം അങ്ങോട്ട് ഈ പറയുന്ന ഫോട്ടോയിൽ വിമർശിക്കാൻ വേണ്ടിയിട്ടും ഒന്നും ഇല്ലേം താനും. ഇതാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് പറഞ്ഞത് കുറെ അധികം കൂടിപ്പോയി. ഈ പറയുന്ന വ്യക്തിക്കെതിരെ കുറെ അധികം യൂട്യൂബ് ചാനലുകൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ലൈവ് ചെയ്ത് കുറെ അധികം സത്യങ്ങൾ അല്ലെങ്കിൽ ഷെഫീന ബീവി എന്താണ്, ആ ഈ ഷെഫീനയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യം പല ചാനലിലൂടെയും വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നമുക്ക് നോർമൽ ഈ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ടെന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. ആരെയും പേടിക്കാതിരിക്കുക. നമ്മൾ പേടിച്ചിപ്പോ ഒരു കണ്ടന്റ് നമുക്ക് വീഡിയോ ചെയ്യാനേ പറ്റില്ല. അതാണ് വാസ്തവം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എന്നെക്കാളും എത്രയോ ഇരട്ടി 100 ഇരട്ടിയിലും അധികം ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഷെഫീന ബീവിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആർക്കെതിരെ എന്ത് അലിഗേഷൻസ് വന്നാലും അല്ലെങ്കിൽ എന്താണെങ്കിലും അത് എടുത്തങ്ങ് പബ്ലിക്കിൽ ഇടുക, അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആ ഒരു തന്റെ ഇടം അത് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ വീഡിയോയിലും ഉപയോഗിക്കുന്ന വാക്കുകൾ, കാരണം ഞാൻ ഈ പറയുന്ന ആദ്യം എന്റെ ചാനൽ വന്ന സ്ട്രൈക്ക് വന്ന സമയത്ത് ഞാൻ കുറെ പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള ആ ഒരു കുഞ്ഞുങ്ങളെ പോലും മോശമായിട്ട് സംസാരിക്കുക, അതൊക്കെ ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ്. അവരൊക്കെ ജനിച്ച് വീണ് അവർ ഈ ലോകം പോലും എന്താണ് എന്നറിയുന്നതിന് മുന്നേ ഇങ്ങനത്തെ രീതിയിൽ സെക്സ് ആയിട്ടുള്ള രീതിയിൽ അവരെ ഈ വെർബൽ വേർഡ്സ് കൊണ്ട് അവരെ ഇങ്ങനെ പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇതിനൊന്നും നമുക്ക് ഒരിടത്തും ക്ഷമ അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അഭിപ്രായം വിളിച്ചു പറയുന്നത് അത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ വേറൊരുത്തന്റെ വീട്ടിൽ പോയി നമുക്ക് അവിടെ പോയി അതെല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു സാധനം നല്ല രീതിയിൽ വേറെ ലെവലിലോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇതിന്റെ ഭവിഷ്യത്ത് എന്താകും അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താകും എന്നുള്ളത് എനിക്കറിയില്ല ആക്ച്വലി. കാരണം നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള നീക്കങ്ങൾ ഷെഫീന ബീവിക്കെതിരെ നടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറയുന്നത് പോലെ ഷെഫീനെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈ പറയുന്ന ഞാൻ അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവർ ഈ കാണിക്കുന്നതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നതിനോട് മാത്രം എനിക്ക് ഒരു രീതിയിൽ യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.